വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറിയിലേക്ക് ഇടുന്നത്. അതിനുവേണ്ടി നമ്മൾ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഒരു 2-3 മണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇവയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. അതൊരു 2-3 പാർട്ടായിട്ട് ഇട്ടിട്ടാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഓയിലിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെ നമ്മൾ ചിക്കനെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് എണ്ണ പോകാനായിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ ഇത് എല്ലാം വറുത്തെടുത്തതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഈ വറക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ്. അതിൽ നിന്ന് കുറച്ച് എണ്ണ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. ഇനി വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. നമ്മൾ വളരെ കോസ്റ്റ്ലി ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഓയിൽ യൂസ് ചെയ്തത്. അപ്പോൾ ആ എണ്ണയിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഒരു 2-3 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ധാരാളം കറിവേപ്പില ഇടുന്നുണ്ട്. എനിക്ക് കറിവേപ്പില ഇടുന്നത് വളരെ ഇഷ്ടമാണ്. അതായത് നമ്മൾ മല്ലിയില അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മൾ വലിയ ഉള്ളിയല്ല ചേർക്കുന്നത്, ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. ഒരു 30ഓളം ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. അത് നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. ചെറിയ ഉള്ളി ഇടുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അതും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് അധികം കരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് പൊടികളിട്ട് തുടങ്ങാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല ആദ്യം ഞാൻ 1 സ്പൂൺ ഇട്ടുള്ളൂ. അതിന് ശേഷം 1 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. 2 സ്പൂൺ ചിക്കൻ മസാല, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാലയൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഞാനിതിൽ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർക്കാൻ മറന്നുപോയി. അതിന് ശേഷം ഞാൻ ചേർത്തിട്ടുണ്ട്. വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ 2 തക്കാളി അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് പാകത്തിലാണ് വരട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. അതിന് ശേഷം കുറച്ചും കൂടെ കറിയൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ഒന്നിൽ ലൂസാക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ എടുക്കാം. ടൈറ്റായിട്ട് എടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അതെ, ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് കറിയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അധികം ഇപ്പോൾ വറുത്ത ചിക്കൻ ആയതുകൊണ്ട് അധികം ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറി റെഡിയായി. നമ്മൾ വൈകിട്ട് ആയപ്പോഴത്തേക്ക് കപ്പയുടെ കൂടെയാണ് കേട്ടോ ചിക്കൻ കറി കൂട്ടിയത്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.